നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പതുക്കെ പതുക്കെ ഇതിന്റെ 10 ഇരട്ടിയെ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ഒരാളുണ്ട് ഇവിടെ, ശ്രീമതി രാജലക്ഷ്മി അമ്മ അല്ലേ? നീ എനിക്ക് ഒത്ത എതിരാളിയല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുകളഞ്ഞത്. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആ സ്വഭാവം മാറ്റി. നീ തോൽക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും ഒരിടത്തും നിന്നെ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരു ACP എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ല കൊച്ചെ. തിന്ന ചോറ് വാരിയല്ലിന്റെ ഇടയിൽ കുത്തി കയറുമ്പോ കണ്ട ആമ്പിള്ളേരുടെ പുറകെ പ്രേമമായി നടന്നു. ഗതി കെട്ടപ്പോ ദൈവൻ കരണത്തൊന്ന് തന്നു. അതിനും പ്രതികാരം, അതും ഇക്കാലത്ത്. പോയി വല്ല പണി നോക്കൂ കൊച്ചെ. വാടാ മക്കളെ. ഇവരെന്താ ഇത്ര താമസിക്കുന്നത്? കാർത്തിമം വിളിച്ചു പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ലല്ലോ. അവര് വേഗം വരും. തന്നെയല്ല, ഒരു വലിയ ദൗത്യം കഴിഞ്ഞ് വരികയല്ലേ. വളരെ സന്തോഷമുള്ളൊരു ദിവസം. അവര് ചിരിച്ച് രസിച്ചൊക്കെ വരട്ടെ അല്ലേ? എന്താടി നിന്റെ മുഖത്തുനിന്നാ കടന്നൽ കുത്തിയ? ചേച്ചി, ഇവളുടെ മുഖത്ത് കടന്നൽ കുത്തി. എന്റെ മുഖത്ത് കടന്നലൊന്നും കൊത്തിയിട്ടില്ല. ഞാൻ ഇവിടെ ഒന്നുമില്ലാതെ ഒരപ്പാവിയായിട്ട് നിൽക്കുവാ. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് ജഗദീശേട്ടാ. എന്തിനാടാ അവരോട് എപ്പോഴും ഞാൻ വഴക്കരി ചെല്ലുന്നത്? കയ്യിലിരിപ്പ് അതല്ലേ അച്ഛാ. അവരല്ലേ വരുന്നത്? കുഞ്ഞിനെ മുത്തശ്ശിയുടെ കൈ കൊടുക്ക. അങ്ങനെ വാക്ക് പാലിക്ക. നീ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകന്റെ മകളാണെന്ന് അമ്മ മനസ്സിലാക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവാ. എത്ര ദിവസമായി ഞാൻ എന്റെ പൊന്നുകുടത്തിനെ കണ്ടിട്ട്. ചക്കരവാവേ, മുത്തുപൊന്നേ. അങ്ങനെ മുത്തശ്ശന്റെ മീനാക്ഷി കൊച്ച് മുത്തശ്ശിയോടുള്ള വാക്ക് വലിച്ചു.
മീനാക്ഷി കുട്ടിക്ക് ചെറിയച്ഛന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. നാളെ തരാം. താങ്ക് യു ചെറിയച്ച. ആ കുഞ്ഞിനെ കണ്ടെത്താൻ മീനാക്ഷിയും ദൈവമേയും കൂടി ചെറിയ റിസ്ക് ഒന്നുമല്ല എടുത്തത്. അതറിഞ്ഞാൽ കുഞ്ഞമ്മാവൻ വരെ ഞെട്ടിപ്പോവും. മീനാക്ഷി, എങ്ങനെയാ വൈകമോളെ കണ്ടെത്തിയേ? ഒന്ന് പറഞ്ഞേ. പറയാൻ ചെറിയച്ച. അപ്പോ ചെറിയ ആളുകളൊന്നും അല്ല ഇതിന്റെ പിന്നിൽ കളിച്ചത്. ഓർത്തു വെച്ചോ കാർത്തി, പതുക്കെ പതുക്കെ ഇതിന്റെ 10 ഇരട്ടിയെ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ഒരാളുണ്ട് ഇവിടെ, ശ്രീമതി രാജലക്ഷ്മി അമ്മ അല്ലേ? രാജലക്ഷ്മി, ദാ നിന്റെ കൊച്ചുമക്കള് അംഗം ജയിച്ചു വന്നിരിക്കുന്നു. അവളെ അനുഗ്രഹിച്ച് സ്വീകരിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.